ഈ ഒരു സോക്സിന്റെ അകത്ത് കംപ്ലീറ്റ് ഗിഫ്റ്റാണ്. ഇതിന്റെ സ്മെല്ല് ഒരു രക്ഷയില്ലാത്ത സ്മെല്ല്. ഇതിൽ ചെറിയ കിലുങ്ങുന്ന ഒരു മണിയൊക്കെ ഉണ്ട്. ഈ ഇനി അങ്ങോട്ടേക്ക് ഫുൾ കുളിയാണ്. കാരണം കുളിക്കാനും തേക്കാനും എന്താ പറയാ ബോഡി സ്ക്രബ് ചെയ്യാനും ഷാംപൂ അങ്ങനെ എല്ലാ ഐറ്റംസും എനിക്ക് കിട്ടി ഓൾറെഡി. ഹലോ, വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ബോർഡേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്ക് ക്രിസ്മസിന് നല്ല അടിപൊളി ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അമേരിക്കയിൽ വന്നതിന് ശേഷം ഇവിടുത്തെ ഒരു പ്രോപ്പർ ഒരു എന്താ പറയുക, ഇവിടെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിന് ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയിലാണ് എനിക്ക് ഈ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചു തരാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഗേൾസിന് ഇഷ്ടപ്പെടുന്ന ഐറ്റംസും ആണ്. സോ ഞാൻ എന്താണെന്ന് കാണിക്കാം. ഇതാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഈ ഒരു സോക്സിന്റെ അകത്ത് കംപ്ലീറ്റ് ഗിഫ്റ്റാണ്. ഇത്ര വരെ ഉണ്ട് ഗിഫ്റ്റ്. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് ചൈന ആണ് എനിക്ക് തന്നത് കേട്ടോ. താങ്ക് യു സോ മച്ച് ചൈന. ഞാൻ അവളടുത്ത് ഒരുപാട് താങ്ക് യു പറഞ്ഞു ഓൾറെഡി. കാരണം ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഓക്കെ ഇത് മേടിക്കണം അത് മേടിക്കണം എന്നൊക്കെ ഇങ്ങനെ കണ്ടുവച്ച പ്രോഡക്ട്സ് എല്ലാം ഇതിനകത്തുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒയ്യോ ഇത് കറക്റ്റ് ഞാൻ എന്താണോ മനസ്സ് വിചാരിച്ചത്, ഓക്കെ ഈ ബ്രാൻഡ് വേണം ആ ബ്രാൻഡ് വേണം അങ്ങനെ വേണം എന്ന് കുറേ നമ്മൾ പുതിയതായിട്ട് കാണുമ്പോൾ ഓക്കെ ഇതിൽ ഉപയോഗിക്കണം എന്നൊക്കെ നമുക്ക് തോന്നുന്ന അങ്ങനത്തെ പ്രോഡക്ട്സ്. പിന്നെ അവൾക്ക് എന്നെ ഏകദേശം നന്നായിട്ട് അറിയാം, എൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് എൻ്റെ ഒരു ഡ്രീം പ്രോഡക്ട്സ് ആണ് ഇതിൻ്റെ അകത്ത്. എല്ലാം ചെറിയ ചെറിയ സൈസാണ്. അപ്പോൾ നിങ്ങളും ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്താൽ മതി. കാരണം നിങ്ങൾക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെറിയ ബോക്സ്, അതിനാവുമ്പം വലിയ, കാരണം എല്ലാവർക്കും എല്ലാം ചേരണം എന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെറിയ ഗിഫ്റ്റ്സ് ആണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് അത് ഓക്കെ ഇത് നമുക്ക് ചേരും ഇല്ല എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു തോട്ട്ഫുൾ ആയിട്ട് തോന്നി. അപ്പം ഇനി ഇതിൻ്റെയൊക്കെ ഫുൾ സൈസ് അജിനെ കൊണ്ട് വാങ്ങിപ്പിക്കണം, അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം എന്തൊക്കെയാണ് പ്രോഡക്ട്സ് എന്നുള്ളത്. ഫസ്റ്റായിട്ട് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് ബ്രസീലിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ്. നിങ്ങൾ ഈ ഒരു സംഭവം എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ ഇത് ഭയങ്കര പോപ്പുലറാണ്. മാത്രമല്ല ഇതിങ്ങനെ ഇതിൻ്റെ സ്മെല്ല് ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാട്ടോ. ഞാൻ ഇങ്ങനെ കുറച്ച് അടിക്കട്ടെ. എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല എനിക്ക് ഈ സ്മെല്ല്. ഞങ്ങൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ അടുത്തൂടെ പെൺപിള്ളേരൊക്കെ പാസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മണം, ഇതേ മണം എവിടെ പോയാലും ഇങ്ങനെ കേൾക്കാം. അപ്പോൾ ഞാൻ ഇത് എന്തായിരിക്കും സാധനം എന്ന് അവസാനം ഞാൻ അൾട്ടേന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇത്. പക്ഷെ ആ സമയത്ത് ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ലക്കിലി ഇത് എനിക്ക് അവള് തന്നു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ തന്നെ അവള് വേറെയും കുറേ ഐറ്റംസ്, ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ശരി, ഞാൻ അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് കംപ്ലീറ്റ് സാധനങ്ങൾ ഇതാ പുറത്തേക്ക് ഇടുകയാണ്. ഇതില് ചെറിയ കിലുങ്ങുന്ന ഒരു മണിയൊക്കെ ഉണ്ട്. നല്ല ക്യൂട്ട് സാന്റ. അതിന്റെ തന്നെയാണ് ഈ ബ്രസീലിയൻ ബോഡി വാഷും. അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്നു സെയിം ഫ്രേഗ്രൻസ് ആയിരിക്കും. ഞാൻ അത് ഓപ്പൺ ചെയ്തിട്ടില്ല. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ സീൽഡ് ആണ്. സോ ഞാൻ വിചാരിച്ചു ഇത് നമ്മൾ അൺബോക്സിങ് സംഭവം കഴിഞ്ഞിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പം യൂസ് ചെയ്തിട്ട് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് ഏതാണെന്ന് ഞാൻ അഗെയിൻ വേറെ ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. പിന്നെ ഇതാണ് ബ്രസീലിയൻ ബം ക്രീം. ഈ ക്രീം ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. ലിറ്ററലി എല്ലാവരും ഇത് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൽ നിന്ന് എനിക്ക് ഈ 3 ഐറ്റംസ് ആണ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് ഇത് പ്രൊനൗൺസ് ചെയ്യാൻ എനിക്കറിയില്ല കേട്ടോ. ഞാൻ അവിടെ കടയിൽ പോയി പറഞ്ഞപ്പോൾ അവരെന്നെ ചിരിച്ച് OUAI ഇതാണ് ഈ ബ്രാൻഡ് നെയിം. ഇത് അവരുടെ സ്കാൽപ്പ് ആൻഡ് ബോഡി സ്ക്രബാണ്. അപ്പം ഇത് എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് ഈ ഒരു ബ്രാൻഡിൽ. കാരണം ഞാൻ ഇവരുടെ ഒരു എന്താ പറയുക മീഡിയം ഹെയറിന് പറ്റിയ ഇതൊരു ഷാംപൂ ആണ്. ഞാൻ അത് യൂസ് ചെയ്തു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താ പറയാ ഓവർ ഡ്രൈയിങ്ങും ആക്കുന്നില്ല, പക്ഷെ നല്ലോണം ക്ലീൻ ആയിട്ടുള്ള ഒരു സ്കാൽപ്പും നമുക്കൊരു ഫ്രഷ് ഫീൽ കിട്ടുമല്ലോ. കുളിച്ച് വന്നാൽ നമ്മളെ സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആണ്, നല്ല ഓയിലി ആയിട്ടൊക്കെ ഇരിക്കുന്ന സ്കാൽപ്പാണെങ്കിൽ നമ്മളിതിട്ട് കുളിച്ചൊക്കെ വരുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. സോ എനിക്ക് ഈ ഒരു ബ്രാൻഡിലൊരു വിശ്വാസം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതും അടിപൊളിയായിരിക്കും. ഇത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ, ഞാൻ ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ ബ്രാൻഡിൽ ഉള്ള സ്കാൽപ്പ് ആൻഡ് ബോഡി സ്ക്രബാണ്. ഇത് ഇന്നലെ ഞാൻ യൂസ് ചെയ്ത് നോക്കണം. അടുത്തതായിട്ട് നമ്മളുടെ ദ ഗ്ലോ ഗെറ്റ് മൾട്ടി ഓയിൽ ബോഡി വാഷ് ആണ്. ന്യൂട്രിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് എന്നാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് കൂടുതലും കിട്ടിയിട്ടുള്ളത്
കുളിക്കുന്നത് ബോഡി സ്ക്രബ് അങ്ങനെയൊക്കെയാണ്. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് കുളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നണു. എന്തായാലും ഞാൻ കുളിക്കാൻ നല്ല മോട്ടിവേറ്റഡ് ആണ്. ഇപ്പോൾ എനിക്ക് കുളിക്കണം എന്തായാലും. അടുത്ത സംഭവം നോക്കാം. ഞാൻ ഇതിലെല്ലാം എൻ്റെ അടിപൊളിയാണെന്നാണ് പറയാൻ പോണത്. കാരണം എല്ലാം അടിപൊളിയാണ്. മാത്രമല്ല ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ച പ്രോഡക്റ്റ്സ് ആണ്. പിന്നെ ഈ ക്ലിനിക്കിൻ്റെ ഈ ഒരു ലിപ് ബാം, ഇത് വന്നിട്ടൊരു ടിൻറ്റഡ് ലിപ് ബാം ആണ്. പക്ഷെ ഇത് മാത്രം എനിക്ക് കാത്തിരിക്കാൻ പറ്റിയില്ല. ഇത് വന്നിട്ട് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. ലിപ്സ്റ്റിക് അല്ല, ഇത് വന്നിട്ട് ഹണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ് ഉണ്ടല്ലോ ഇവരുടെ. അപ്പോൾ ഭയങ്കര ഫേമസ് ആയിരുന്നു ഈ ഒരു ഷെയ്ഡ്, ബ്ലാക്ക് ഹണി. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട്. അതിലുള്ള ഒരു ലിപ് ബാം ആണിത്. ഓ മൈ ഗോഡ്, ഇത് ഞാൻ ഡെയിലി ഇതാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു ടിൻറ്റഡ് ആണ്. എനിക്കിങ്ങനെ പ്ലെയിൻ ലിപ് ബാമിനേക്കാളും ടിൻറ്റഡ് ലിപ് ബാമിനോടാണ് ഇഷ്ടം. അപ്പം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മേ ബി ഞാൻ ഈ ക്ലിനിക്കിൽ തന്നെ ഈ ബ്ലാക്ക് ഹണി ഭയങ്കര ഫേമസ് ആണ് ആ ഒരു ഷെയ്ഡ് നെയിം. അപ്പോൾ ഞാൻ അതിലുള്ള വേറെയും കുറച്ച് ഐറ്റംസ് വാങ്ങിക്കണമെന്നുണ്ട്. പക്ഷെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇട്ട് പോകുന്നത്. പക്ഷെ ഇത് എനിക്ക് അവൾ കറക്റ്റായിട്ട് തന്നെ എടുത്ത്. ഞാനത് പോയി അന്വേഷിച്ചു. അടുത്ത ദിവസം എനിക്കിത് കിട്ടി. അങ്ങനെയായിരുന്നു. അപ്പം അടുത്തതായിട്ട് എനിക്ക് ഫെമിലിയർ ആയിട്ട് എനിക്ക് അറിയുന്ന ഒരു ബ്രാൻഡാണിത്. സൂപ്പർ ഗൂപ്പ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ഫേമസ് ആണ് ഈ ബ്രാൻഡ്. ഇത് അതിൻ്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതൊരു എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ജെല്ല് പോലെയാണ്. നോ കളർ, നോ ടിൻറ്റ്. പക്ഷേ ഇത് നമ്മളുടെ സൺസ്ക്രീനിന് വേണ്ടി മാത്രം ഉള്ള ഒരു ബ്രാൻഡാണ്. SPF 40 PA+++, വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പം നമുക്ക് എവിടെയെങ്കിലും കുളിക്കാനൊക്കെ പോകണം, അല്ലെങ്കിൽ നല്ല സമ്മറി വൈബിൽ നമ്മൾ ബീച്ചിലൊക്കെ പോകുമല്ലോ, അങ്ങനത്തെ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെള്ളമൊക്കെ തട്ടിയെന്ന് വെച്ചിട്ട് പോകുന്നില്ല. പിന്നെ നല്ല ക്യൂട്ടായിട്ട് എനിക്ക് എന്താ പറയുക, മേക്കപ്പൊക്കെ ചെയ്യുമ്പം ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലിപ്പാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് വാങ്ങിക്കണം എന്ന്. കാരണം സ്കിൻ കെയർ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഹെയർ ബാൻഡ് വെച്ചിട്ടേ ചെയ്യൂ. എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ഹെയർ വരുന്നത്, പ്രത്യേകിച്ച് ഇത് ചെയ്യുമ്പോൾ കേട്ടോ. നല്ല ഹ്യൂജ് ബിഗ് ക്ലിപ്പാണ് കേട്ടോ ഇത്. നല്ല വലുപ്പമുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിക്കണം എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചുമ്മാ നമുക്ക് ക്ലിപ്പ് ചെയ്ത് നമ്മളെ ഫേസിലേക്ക് വരുന്ന ഹെയറിനെ ഇങ്ങനെ ലോക്ക് ചെയ്യാം. അങ്ങനെ ഇവിടെയും ലോക്ക് ചെയ്യാം. ആക്ച്വലി എല്ലാം അവൾ ഇത്രയും തോട്ട്ഫുൾ ആയിട്ട് ഇത് എങ്ങനെ കണ്ടുപിടിച്ച് ചെയ്തെന്ന് എനിക്കറിയില്ല കേട്ടോ. ആക്ച്വലി ഞാനും ഇതുപോലെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഇൻ കേസ് ഞാൻ ഇനി ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ കൊടുക്കും. നിങ്ങളും ഇതൊരു നല്ല ഒരു ഗിഫ്റ്റ് ഓപ്ഷനാണ്. ഇങ്ങനെ ചെറിയ, കാരണം ഫുൾ സൈസൊക്കെ വാങ്ങിയാൽ ചിലപ്പോൾ അവർക്ക് ബോഡി സ്കിന്നിലൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് മേ ബി സൂട്ടബിൾ ആവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല ബ്രാൻഡിൽ നിന്നുള്ള പ്രോഡക്ട്സിൻ്റെ ഒരു സാമ്പിളോ അല്ലെങ്കിൽ ഒരു ട്രാവൽ ഫ്രണ്ട്ലി പാക്ക് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ അങ്ങനെ ഒരുപാട് എല്ലാ ഇതുണ്ടാവും. അവർക്ക് അതിന് ചൂസ് ചെയ്യാം, എക്സ്പെരിമെൻറ്റ് ചെയ്യാം. സൂട്ടബിൾ ആവുകയാണ്, നല്ല ഇഷ്ടപ്പെട്ടാണെങ്കിൽ അതിൽ ഫുൾ വാങ്ങിക്കാം. സോ ഞാനും ഇനി ഇത് ഫോളോ ചെയ്യുന്നതാണ് ഈ ഒരു മെത്തേഡ്. അടുത്തത് ഡോവിൻ്റെ ലിമിറ്റഡ് എഡിഷൻ ആണിത്, ഹോട്ട് കൊക്ക. ഇതിനൊരു പക്ക കോഫി സ്മെല്ലാണ് കേട്ടോ. കണ്ടിട്ട് ഇങ്ങനെ തിന്നാൻ തോന്നുന്നു. ഞാൻ ഭയങ്കര കോഫി ലവറാണ്. ഞാൻ ഇങ്ങനെ കോഫി കൂടി ഇപ്പോൾ ഈ ഡേറ്റ് നല്ല കോഫി കൂടിയുണ്ട്. എനിക്ക് കുറയ്ക്കണം. അടുത്തതായിട്ട് എന്താ ഉള്ളത് നോക്കട്ടെ. അടുത്തത് സെക്സി ഹെയർ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിംഗ് സ്പ്രേ ആണ്. ഹെയർ നമ്മളിപ്പം സ്റ്റൈൽ ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി എനിക്ക് ആ ഗിഫ്റ്റ് വാങ്ങിച്ച് തരുന്നതിന് മുന്നേ ഞാൻ പോയി വാങ്ങി. അവളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു വാങ്ങിക്കുമ്പോൾ. ഞാൻ വലുതാണ് വാങ്ങിച്ചത്. അപ്പം എന്തായാലും നമുക്കൊരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതൊക്കെ നമുക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റൂല. കാരണം അവരതെടുത്ത് കളയും. കാരണം എത്രയോ 4 ഔൺസോ അങ്ങനെ എന്തോ ഉണ്ട്, 4 ഔൺസാ തോന്നുന്നു. അതിൻ്റെ മേലെ കൂടാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ അതിലും കുറവാണ്. അതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാം. എൻ്റെ ആ വലിയ ബോട്ടിൽ എന്തായാലും അങ്ങനെ ട്രാവൽ ചെയ്യുമ്പം പറ്റൂല. അടുത്തൊരു ഡിപ്റ്റിക് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നുള്ള ഒരു ക്യാൻഡിലാണ്. അത് ആക്ച്വലി ഞാൻ തന്നെ അവളോട് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് ക്യാൻഡിൽ ഭയങ്കര ഇഷ്ടമാണ്. ഏത് ക്യാൻഡിലാണ് വാങ്ങിക്കുക എന്നൊക്കെ ഞാൻ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാൻഡിൽ വാങ്ങിക്കുമ്പോൾ ഞാനും അവളെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കാണെന്ന് അറിയില്ല, അവൾക്ക് ഇഷ്ടമാണ് ക്യാൻഡിൽ. സോ അവൾ ഒരുപാട് ക്യാൻഡിൽ വാങ്ങിയിരുന്നു. അപ്പം എനിക്ക് നല്ലൊരു മൈൽഡ് സ്മെല്ലാണ് കേട്ടോ ഇതിന്. ഇത് എനിക്ക് എന്തായാലും യൂസ് ചെയ്ത് നോക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇടയായിട്ട് എനിക്ക് ക്യാൻഡിൽ യൂസ് ചെയ്യണമെന്ന് ഇങ്ങനെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഫയർ അലാറം അടിക്കുമോ എന്നൊക്കെയുള്ള പേടിയിലാണ് ഞാൻ യൂസ് ചെയ്യുക. പക്ഷേ കുഴപ്പമില്ല എന്നാണ് പറയണത്. ഇത് അത്യാവശ്യം എനിക്ക് തോന്നുന്നത് ഷാറുഖ് ഖാൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂമിൻ്റെ ബ്രാൻഡ് അങ്ങനെ എന്തോ ആണ് ഇത് കേട്ടോ.
ഇത് ഭയങ്കര ഫേമസ്. പക്ഷെ ഞാൻ ഇതൊക്കെ ഇവിടെ വന്നിട്ടാണ് ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. എനിക്കിതിന് മുന്നൊന്നും അറിയില്ല. പിന്നെ എനിക്ക് ഈ ഒരു ബ്രാൻഡിനെ പറ്റി ഞാൻ കേട്ടൊന്നുമില്ല. പക്ഷെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നാണ് കേട്ടത്. എന്തതിന് മേലീസ് എന്നാണ് ഇതിന്, അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഈ ബ്രാൻഡൊക്കെ എനിക്ക് പ്രൊണൗൺസ് ചെയ്യുന്ന അറിയില്ല കേട്ടോ. ഇതിൽ ഗെറ്റ് ഡ്രീമി എന്ന് പറഞ്ഞിട്ടുള്ള ഓവർനൈറ്റ് ടോണിങ് ബോഡി വിപ്പാണ്. എനിക്ക് തോന്നുന്നത് ഇത് നല്ല ഭയങ്കര ഡ്രൈയിങ് ഒക്കെ ആണെങ്കിൽ നമ്മളെ ബോഡിയിൽ അവിടെ തേച്ചിട്ട് കിടന്ന ഒരു ഓവർനൈറ്റ് മാസ്ക്, ബോഡി മാസ്ക് പോലത്തെ സംഭവമാണ് ഇത്. ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ബോഡി മാസ്ക് ഒക്കെ ഉണ്ട് എന്ന് ഞാൻ കേൾവിപ്പെടുന്നത്. അടുത്തത് മാക്കിൻ്റെ ഒരു മസ്കാരയാണ്. മാക്കിൻ്റെ മസ്കാര ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് വന്നിട്ട് നല്ല തിക്കാണ്. ഞാൻ ഓൾറെഡി മസ്കാര ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിന് മേലെ പിടിക്കുന്നില്ല. ഇത് ഞാൻ ഇനി ഏതെങ്കിലും ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ ഞാൻ പിടിക്കാം. ഓ, മാക്കിൻ്റെ മസ്കാര. അടുത്തതായിട്ട് നമ്മളുടെ OC അങ്ങനെ തന്നെയല്ലേ, OSEA ബോഡി ഓയിൽ ആണ് കേട്ടോ ഇത്. ഇത് എങ്ങനെയുണ്ട് നോക്കാം. 18 ml ആണ് ഇത് വരുന്നത്. ഓ വാവ്, നല്ല അടിപൊളി ലക്ഷറി ഒരു പാക്കേജിങ് ആണ് കേട്ടോ ഇതിന്. ഇതിൻ്റെ സ്മെല്ല് എങ്ങനെ ഉണ്ടെന്ന് നോക്കാനൊരു ആഗ്രഹം. ഇങ്ങനെ തുറന്നോക്കെയോ. വാവ്, നല്ല റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഓയിലിൻ്റെ സ്മെല്ല് കേട്ടോ. അപ്പം എന്തായാലും ഇതും യൂസ് ചെയ്യണം. ഇനി അങ്ങോട്ടേക്ക് ഫുൾ കുളിയാണ്. കാരണം കുളിക്കാനും തേക്കാനും എന്താ പറയുക, ബോഡി സ്ക്രബ് ചെയ്യാനും ഷാംപൂ അങ്ങനെ എല്ലാ ഐറ്റംസും എനിക്ക് കിട്ടി ഓൾറെഡി. പിന്നെ ഇത് ലാനോ ലിപ്സ് എന്ന് പറഞ്ഞിട്ടില്ലേ ഒരു ബ്രാൻഡ് എന്നുള്ള ടിൻറ്റഡ് ലിപ് ബാം ആണ്. ഈ സാധനം ഞാൻ നേരത്തെ നോക്കിയപ്പോൾ കണ്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ OI എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്രാൻഡിൽ തന്നെയുള്ള ഫൈൻ ടു മീഡിയം ഹെയർ മാസ്ക് ആണ്. അപ്പോൾ ഹെയർ മാസ്ക് ഞാൻ വാങ്ങിക്കണം എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരെണ്ണം. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് നമ്മൾ നല്ലതാണെങ്കിൽ വലുത് ഇതിൻ്റെ തന്നെ മേടിക്കണം. ഇതിൻ്റെ ഒരുപാട് സംഭവമായിട്ട് എൻ്റെ കയ്യിൽ. ഹെയർ മാസ്ക്, ഹെയർ ജെല്ല് ഷാംപൂ, പിന്നെന്താ ഉള്ളത്, ഇത് സ്കാൽപ്പും ബോഡി മസാജർ. ഇനി അടുത്തത് അനിഹാന മസിൽ സോക്ക് ബാത്ത് സോൾട്ട് പെപ്പർമിൻറ്റ് ആൻഡ് ലൈം. എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ ബാത്ത് ടബിൽ കുളിക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് ബബിളാക്കുമല്ലോ. അപ്പം എന്തെങ്കിലും ഒരു ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഇതെല്ലാം ബബിളാക്കിയിട്ട് അതിൻ്റെ മേലെ ക്യാൻഡിലും കത്തിച്ച് നല്ലൊരു സ്വസ്ഥമായ കുളി അത് നിർബന്ധമാണ് ഇനി അങ്ങോട്ട്. അടുത്തത് ഓലാപ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്നുള്ള ബോണ്ടിങ് ഓയിൽ. ഇത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇത് ചെറിയൊരു പാക്കാണ് കേട്ടോ, പക്ഷെ നല്ല ഇതുണ്ട്. ഇതിൻ്റെ സ്മെല്ല് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ഇത് കൊള്ളാം. ഒരു ഹെയർ ഓയിലാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആർഗൻ ഓയിലാണ്. നാട്ടിലാവുമ്പോൾ ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യല്. ഇവിടെ വന്നതിന് ശേഷം ആർഗൻ ഓയിലാണ് ഞാൻ 2 വാങ്ങിച്ചിരുന്നത്. 2 കഴിഞ്ഞ് അപ്പം അങ്ങനെ നോക്കുമായിരുന്നു ഇനി ഏത് ബ്രാൻഡിൽ നിന്ന് ഏത് ഓയിൽ മേടിക്കാതാ നല്ലത് എന്നൊക്കെ. അപ്പം ഇതിന് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഈ ചെറിയ ഇതിന് തന്നെ നല്ല എമൗണ്ട് ആണ് കേട്ടോ. നല്ലതാണെങ്കിൽ ഞാനൊരു ഫുൾ വാങ്ങിക്കും. അപ്പം ഞാൻ ഇതിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ റിവ്യൂ ഞാൻ പറയാം. പിന്നെ എനിക്ക് അവൾ കുറേ ചോക്ലേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസം ഞാൻ തിന്നാതെ വെച്ചതാ. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ എന്തായാലും കാണിച്ചല്ലോ, ഞാൻ എന്തായാലും പോയി സാപ്പിടും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ചൈന തന്നത്. തീർന്നിട്ടില്ല. ഇനി എൻ്റെ വേറൊരു ഫ്രണ്ട് അപൂർവ തന്നിട്ടുള്ള ഗിഫ്റ്റ് ഞാൻ കാണിക്കാം. അപൂർവയ്ക്ക് ഞാൻ ഒരു ക്യാൻഡിലിൻ്റെ ഒരു സെറ്റ് ഗിഫ്റ്റായിട്ട് കൊടുത്തു. അപ്പം അവൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നെക്സ്റ്റ് ഡേ എനിക്ക് വന്നിട്ട് ഇതൊക്കെ വാങ്ങിച്ച് നല്ല അടിപൊളിയായിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്ത്. ഓ മൈ ഗോഡ്, ഗേൾസിനൊരു പ്രത്യേക കഴിവാണല്ലേ ഗിഫ്റ്റ് കൊടുക്കാൻ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കാൻ, അവർക്ക് എന്തൊക്കെ ഇഷ്ടം എന്നൊക്കെ നോക്കി വാങ്ങിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പരിപാടി. അപ്പം ഇത് അവൾ എനിക്ക് തന്നിരിക്കുന്നത് ഫെക്കായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്ന് ആപ്പിൾ സൈഡർ ഡിറ്റോക്സ് സ്കാൽപ്പ് മസാജ് ചെയ്യുന്ന ഒരു ഇതാണ്. വാവ്, നല്ലൊരു ഫ്രഷ് സ്മെല്ലാട്ടോ ഇതിന്. ഓ, ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ. വീഗൻ, സൾഫേറ്റ് ഫ്രീ, പാരബൻ ഫ്രീ, ഗ്ലൂട്ടൻ ഫ്രീ, റീസൈക്കിളബിൾ, പിന്നെന്താ വായിക്കാൻ കിട്ടുന്നില്ല, സിലിക്കോൺ ഫ്രീ ആൻഡ് ക്രൂവൽറ്റി ഫ്രീ. വേറെ എന്ത് വേണം? ഇനി അടുത്തത് അവൾ എനിക്ക് തന്നിട്ടുള്ളത് റോയൽ റോസ് റോമിംഗ് ബബിൾ ബാത്ത്. ഓക്കെ, ഇതും ഒരു ബബിൾ ബാത്താണ്. കണ്ടാലൊരു നമ്മളെ വൈൻ ബോട്ടിൽ പോലെ ഉണ്ടല്ലേ, പക്ഷേ ഇത് നമ്മളെ ബബിൾ ബാത്താണ്. എനിക്ക് തോന്നുന്നു ടബില്
വെള്ളം നിറച്ച് ഇതിങ്ങനെ ഒഴിച്ചാൽ ഇങ്ങനെ ബ്ല ബ്ല ബ്ലാന്ന് പോകും. ഞാനത് ഒരെണ്ണം വാങ്ങി വെച്ചിട്ട് ടബിൽ കുളിക്കണമെന്ന് വിചാരിക്കും, പക്ഷെ എപ്പോഴും ഷവറിലാണ് ഞാൻ കുളിക്കല്. നമ്മുടെ പ്രസ് ഓൺ നെയിൽസ് ആണ് ഇത് കേട്ടോ. അപ്പം ഇത് ഞാൻ കണ്ടില്ലേ, ഇപ്പൊ ഈ നെയിൽസ് ഇട്ടിട്ടുണ്ടല്ലേ, അതേപോലെയുള്ള നെയിൽസ് ആണ്. അപ്പം ഇതും യൂസ് ചെയ്ത് നോക്കണം. ഇതിന്റെ കൂടെ ഗ്ലൂ ഉണ്ടായിരുന്നില്ല, ഇല്ലെങ്കിൽ എനിക്ക് ഞാൻ ഈ വെച്ചിരിക്കുന്ന ഈ നെയിലിനേക്കാളും എനിക്ക് ഇതായിരുന്നു ഇഷ്ടപ്പെട്ടത്. കാരണം കുറച്ചുകൂടെ ലെങ്ത് കൂടുതലാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ടൈപ്പ് ഓഫ് എല്ലാവർക്കും എനിക്ക് എന്തൊക്കെ ഇഷ്ടം എന്ന് എല്ലാവർക്കും അറിയാതെ തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് ഗിഫ്റ്റ് തരുന്ന ഒരു വലിയ ഒരു പണി ഉള്ള കാര്യമല്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നോട്ട്, നിങ്ങൾ ഇതുപോലെയൊക്കെ തന്നാൽ മതി. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ബ്യൂട്ടി പ്രോഡക്ട്സ്, ലിപ്സ്റ്റിക് ഒക്കെ എല്ലാണെങ്കിലും ഇവിടെ വരും. പിന്നെ ലാസ്റ്റ് ആയിട്ട് ലെനേജിൻ്റെ വാട്ടർ സ്ലീപ്പിംഗ് മാസ്ക് ആണ്. ഇത് ഫേസ് മാസ്ക് ആണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇതൊരു ചെറിയ ഞാൻ എല്ലാവരും ഒന്ന് എന്തൊക്കെയാണെന്ന് കാണിച്ചിട്ടാണ്, അതിനുശേഷം വേണം അതൊക്കെ യൂസ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ക്വിക്കായിട്ട് എടുത്തൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. Thank you.